Hi, welcome to another brand new video from Open School. ഇന്ന് നമ്മൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നെറ്റ് ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലെസൺ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിലബസ് അനുസരിച്ച് നമ്മുടെ ടോപ്പിക്സ് ഇതാണ്: ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ് ആൻഡ് അഡൾട്ട് ലേണേഴ്സ്. അപ്പോൾ അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കണം. അതോടൊപ്പം വാട്ട് ആർ ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെസൺ ആൻഡ് സി എന്താണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അഡോളസൻസിന്റെയും, അഡോളസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ടീനേജേഴ്സ് അല്ലേ, അഡൽട്ട് ലേണേഴ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തിനു മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, this is essential for tailoring educational strategies. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓരോ ഏജ് ഗ്രൂപ്പിന്റെയും ബേസിക്കലി ഓരോ സ്റ്റുഡൻസിന്റെയും ആ ഒരു റിക്വയർമെന്റ് യുണീക്ക് ആണ്. അപ്പോ നമുക്ക് കുറച്ചും കൂടെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം, ഓരോ ഏജ് ഗ്രൂപ്പിന്റെയും റിക്വയർമെന്റ്സും യുണീക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് കസ്റ്റമൈസ് ചെയ്ത് ടൈലർ ചെയ്ത് അവർക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, കാരണം ഇന്നത്തെ ആ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ ചിന്താഗതി തന്നെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ അല്ല. ഇപ്പൊ സ്റ്റുഡന്റ് സെന്റേർഡ് ആകുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന് തന്നെയാണ് അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലെസണിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ആട്രിബ്യൂട്ട്സ് എന്താണ് ഈ അഡോളസെന്റ് ലേണേഴ്സിൻ്റെതും അഡൾട്ട് ലേണേഴ്സിൻ്റെതും എന്ന് നമ്മൾ നോക്കും. അതേപോലെ വാട്ട് ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ദാറ്റ് ഇൻഫ്ലുവൻസ് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ്, ഇതും നമ്മൾ നോക്കും. റൈറ്റ്, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ. So as we move on, basically now let's try and understand who are adolescent learners എന്നുള്ളത്. അപ്പം അഡോളസെന്റ് നമുക്കറിയാം, അഡോളസെന്റ് ലേണേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പ്, ഈ അഡോളസെന്റ് ഇയേഴ്സ് സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ 12 to 18 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പം ഈ ഒരു ഏജ് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ഒരു വ്യക്തിയുടെ അക്കാഡമിക് ഗ്രോത്ത് വെച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ. കാരണം ഈ ഒരു സ്റ്റേജ് പ്രധാനമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഒരു കോൺക്രീറ്റ് തിങ്കിങ്ങിൽ നിന്ന് ദേ ആർ മൂവിങ് ഓൺ ടു എ മോർ എൻഗേജിങ് ഇൻ എ മോർ അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് മാനർ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കുറെ കൂടെ അധികം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള തോട്ട്സും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ട്രാൻസിഷനിലേക്കാണ് അവരിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഫേസ് ഓഫ് എഡ്യൂക്കേഷൻ ശരിക്കും ഒത്തിരി അധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഐഡിയാസിലേക്ക് എന്താ പറയേണ്ടത്, അവരെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് സബ്ജക്ട്സിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഓൾജിബ്ര, അതേപോലെ സയന്റിഫിക് റീസണിങ്, ലിറ്റററി അനാലിസിസ്, ഇതൊക്കെ കുറെ കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള, കുറെ കൂടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അവർ മനസ്സിലാക്കി തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ അഡോളസൻസ് ശരിക്കും അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആൻഡ് ദീസ് സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹയർ ലേണിംഗ്. അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത്, ആ ഒരു ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ക്യാൻ ബി എ ചാലഞ്ച് ഫോർ അഡോളസൻസ്. കാരണം അവരുടെ ലൈഫില്, അഡോളസൻസിന്റെ ലൈഫില് എന്താ പറയേണ്ടത്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ നമ്മളെടുത്തേ, ഒരു വ്യക്തിയുടെ ലൈഫില് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഈ ഒരു അഡോളസൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിസ്ട്രാക്ഷൻസ് വളരെയധികം കോമൺ ആയിട്ട് വരും. ആൻഡ് അവരുടെ ആ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നമുക്ക് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അത് ഇറ്റ് ഇസ് സ്റ്റിൽ ഡെവലപ്പിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അത് ജസ്റ്റ് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആൻഡ് അഡോളസൻസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
they show a strong preference for interactive and learning by doing, അതായത് ഹാൻഡ്സ് ഓൺ ലേണിംഗ് അപ്രോച്ചസ്. ഇനി ഹാൻഡ്സ് ഓൺ ലേണിംഗ് അപ്രോച്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെരിമെന്റ്സ് ഉണ്ട്, പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്സ് ഉണ്ട്, ആൻഡ് ഒത്തിരി അധികം ഡിസ്കഷൻസിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്ന കൂട്ടരാണ് ഈ അഡോളസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ അവരെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ദാറ്റ് അലൗസ് ദം ടു അപ്ലൈ അവർ പഠിച്ചിട്ടുള്ള ആ ഒരു തിയറിറ്റിക് നോളജിനെ എടുത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അപ്പോ ആ ഒരു തിയറി എടുത്ത് നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിട്ടൻഷൻ കപ്പാസിറ്റി അവിടെ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിന്റെ വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അവിടെ ഡെവലപ്പ് ആകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? ആൻഡ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഡോളസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകം they are very much responsive to content that has real world relevance. അപ്പൊ ഇന്നത്തെ ആ ഒരു റിയൽ വേൾഡില് അവർക്ക് ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു കോണ്ടന്റ് അത് റെലവെന്റ് ആണെങ്കിൽ അതിനെ അവർ ഒരുപാട് അധികം ഉൾക്കൊള്ളും. അതാണ് they are specifically responsive to these kind of contents that we train them or teach them on എന്നുള്ളത്. ബിക്കോസ് ഈ ഒരു സ്റ്റേജില് they start to see learning as something that goes way beyond the classroom എന്നാണ്. So we as educators, what we have, or you as teachers, what you have to do is ഇത് നമ്മൾ ഹാനസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഹാനസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ഒരു അക്കാഡമിക് കോണ്ടന്റിനെ അവരുടെ ഡേ ടു ഡേ ലൈഫ് എക്സ്പീരിയൻസസുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻസ്, ഒരു സർക്കംസ്റ്റൻസസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. സ്പെസിഫിക്കലി അവരുടെ ഫ്യൂച്ചർ കരിയർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. എന്താണ് ലൈഫിൽ അവർക്ക് റിയൽ ആയിട്ട് വേണ്ടത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ലേണിംഗ് കുറെ കൂടെ മീനിങ് ഫുൾ ആയിട്ട് മാറുന്ന, കുറെ കൂടെ മോട്ടിവേഷണൽ ആയിട്ട് മാറുന്ന അഡോളസൻസ് ആർ കൺസേൺ. ഓക്കെ, അപ്പോ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കാര്യം ആണ് ശരിക്കും ഈ അഡോളസൻസിന്റെ ഒരു സ്വഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഒന്ന് ക്വിക്കായിട്ട് ഇവിടെ നീ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ നോക്കിയത് അവരുടെ ആ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കിയത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് റിട്ടൻ ഇൻ ദിസ് സ്ലൈഡ്. അപ്പോൾ എന്താണ് ഇനി അവരുടെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. അപ്പം ഒന്ന് ഇവിടെ പറയുന്നത് they have a strong desire for peer interaction and validation. ഇതുകൊണ്ട് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്ന ആ ഒരു സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് പിയേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്രൂവൽ, ഒരു വാലിഡേഷൻ, യെസ് യു ആർ ഗുഡ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ സോഷ്യൽ ഡൈനമിക്സ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോള് ഈ അഡോളസൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടരുടെ ഏജ് ഗ്രൂപ്പുകാരുടെ ലേണിങ്ങിനെ അത് സ്വാധീനിക്കും. കാരണം ഈ ഒരു സ്റ്റേജില് വളരെയധികം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട് ഫോർ പിയർ ഇന്ററാക്ഷൻ ആൻഡ് പിയർ ആക്സെപ്റ്റൻസ്. അപ്പൊ പിയർ ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എന്റെ കൂട്ടുകാരെന്നെ അംഗീകരിക്കണം, എന്റെ കൂടെ പഠിക്കുന്നവരെന്നെ അംഗീകരിക്കണം. അതാണ് പിയർ ആക്സെപ്റ്റൻസ് എന്നവിടെ പറയുന്നത്. പലപ്പോഴും ഞാൻ ചെയ്ത ഒരു അഡോളസെന്റ് ചിന്തിക്കുന്ന ഇതാണ്, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളതിന്റെ ആ ഒരു വാലിഡേഷൻ അവരുടെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദേ ഓൾസോ എക്സ്പെക്ട് സപ്പോർട്ട്, ഗൈഡൻസ്, ഇതൊക്കെ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ അതിന്റെ ആ ഒരു റൈറ്റ് രീതിയിൽ വന്നില്ല എങ്കിൽ ദേ ക്യാൻ ബി എ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. അപ്പൊ അതാ പിയർ ഇൻഫ്ലുവൻസ് ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് ക്യാൻ ബി നെഗറ്റീവ് എന്നുള്ളതാണ്. അപ്പൊ ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ബീയിങ്സ് എന്ന് പറഞ്ഞതുപോലെ ദിസ് ഇസ് എ സെർച്ച് ഫോർ സോഷ്യൽ ബിലോങ്ങിങ്. ഈ ഒരു സോഷ്യൽ ബിലോങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെർച്ച് എന്ന് പറയുന്നത് അവരുടെ ലേണിങ്ങിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്? കൊളാബറേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്, അല്ലെങ്കിൽ ആ പിയേഴ്സ് തങ്ങളിലുള്ള ഒരു ഡിസ്കഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് they get
പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ്ഡ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു റിലയൻസ്, ഈ ഒരു പിയർ ഗ്രൂപ്പിനോടുള്ള ഈ ഒരു റിലയൻസ് ആൻഡ് ഈ ഒരു പിയർ ഗ്രൂപ്പ്സിന്റെ ആ ഒരു അപ്രൂവൽ എന്നൊക്കെ പറയുന്നത് ഇറ്റ് കെൻ ഓൾസോ ലീഡ് ടു ഒന്നുകിൽ പിയർ പ്രഷർ ഓർ ദേ വിൽ ബി സസെപ്റ്റബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ചില സമയത്ത് എന്താ പറയണ്ടേ, അവര് എടുക്കുന്ന ചോയ്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് മേ നോട്ട് സപ്പോർട്ട് ദിയർ എഡ്യൂക്കേഷണൽ ഗോൾസ് എന്നാണ്. അപ്പോ അഡോളസൻസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അവര് ആ ഒരു ഏജില് ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അവര് ആ ഒരു സെക്യൂരിറ്റിയും കൂടെ അവിടെ എന്താ പറയണ്ട അവർ ആഗ്രഹിക്കുന്നു. ദേ വോണ്ട് ടു ഫീൽ സെക്യൂർ വിതിൻ ദിയർ സോഷ്യൽ സർക്കിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഒരു 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 ഡുവൽ നീഡ് ഇവിടെ അവർ വരുന്നു അല്ലേ. അപ്പൊ ഈ ഒരു ഡുവൽ നീഡ് അവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചായ്വാനം വരാനുള്ള സാധ്യതയുണ്ട്. സോ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് അല്ലെങ്കിൽ ഒരു പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസ് ഫോസ്റ്റർ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എൻവയൺമെന്റ് ടീച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ കുട്ടികളെയും ഇർറിസ്പെക്റ്റീവ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട്, ഇർറിസ്പെക്റ്റീവ് ഓഫ് വാട്ട് സൊസൈറ്റി ദേ ആർ കമ്മിങ് ഫ്രം, എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസസിനെ അവിടെ മിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ടീച്ചറിന് ഒരു ലാർജ് എക്സ്റ്റെന്റ് വരെ ഇല്ലാതാക്കി എടുക്കാം. കാരണം എന്താ, ക്ലാസ് റൂമിൽ തന്നെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലും ഫീൽ ചെയ്യുവാണ് ദാറ്റ് ഐ ആം ബീങ് വാല്യൂഡ് ഇൻ മൈ ക്ലാസ്. ആ ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിൽ എനിക്ക് എൻ്റെ ആ ഒരു വാല്യൂ ഉണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 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 എക്സ്റ്റേണൽ നെഗറ്റീവ് ഗ്രൂപ്പിലേക്ക് അവർക്ക് പോകാനുള്ള ആ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പം നിരന്തരമായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു 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 വർക്കിൽ ഏർപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ആക്റ്റീവ്ലി ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ ക്ലാസ്സിലെ ആക്ടിവിറ്റീസിന് നമ്മൾ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ഓൾസോ ഹെൽപ്പ് ദം ടു ഡെവലപ്പ് ദിയർ സോഷ്യൽ സ്കിൽസ്. അവരുടെ ഫ്യൂച്ചറിൽ അവർ ചെയ്യാൻ പോകുന്ന എഡ്യൂക്കേഷണൽ, അവരുടെ പ്രൊഫഷണൽ സെറ്റിംഗ്സിലൊക്കെ അവർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സോഷ്യൽ സ്കിൽസും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു 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 സെറ്റപ്പ്, ഒരു എൻവയൺമെന്റ്, ഒരു അന്തരീക്ഷം ടീച്ചേഴ്സിന് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ സം ഓഫ് ദ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Now we also have some emotional characteristics for them. അപ്പോ ഇമോഷണലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു പീരിയഡ് ഇസ് എ പീരിയഡ് ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു സാധനം. അപ്പൊ സെൻസിറ്റിവിറ്റി അതിന്റെ ഒരു ഹൈറ്റൻഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൻഡ് ദേ ആർ സ്റ്റിൽ ലേണിംഗ് അബൌട്ട് ദെംസെൽവ്സ്. ദേ ആർ സ്റ്റിൽ ട്രൈങ് ടു സീ വേർ ഡു ഐ ഫിറ്റ് ഇൻ ദ സൊസൈറ്റി. എവിടെയാണ് എനിക്ക് എന്റെ പ്ലേസ് എന്താണ് സൊസൈറ്റിയിലുള്ളത്, എന്റെ സ്ഥാനം എന്താണ്. അപ്പൊ അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റീസ് ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് വാല്യൂസ് ഉണ്ട്, നമുക്ക് ബിലീവ്സ് ഉണ്ട്, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത് ഒരു പേഴ്സണൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഈ ഒരു സ്റ്റേജില് ദേ ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ്, ദേ ആർ എക്സ്പ്ലോറിംഗ് what values would be good for them, what would be a good belief for them, അല്ലെങ്കിൽ what would be good beliefs for them, അല്ലെങ്കിൽ എന്തൊക്കെയാണ് what should I be interested in എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ തിരിച്ചറിയാനും ചിലത് സെലക്ട് ചെയ്യുന്നു, ചിലത് അവർ റിജക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ ഇതിനെ ശരിക്കും ഒരു ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. സോ ദേ ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ അവെയർ ഓഫ് ദെംസെൽവ്സ്. അപ്പൊ ഈ ഒരു പ്രായത്തില് സൊസൈറ്റിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ നോംസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഒരു അഡോളസൻസിന് ഇവിടെ കൂടുതലാണ്. ലുക്കിംഗ് അറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വാട്ട് ഇസ് ദ സൊസൈറ്റി എക്സ്പെക്ടിങ് ഫ്രം മീ, അല്ലെങ്കിൽ സൊസൈറ്റി എന്നിൽ നിന്ന് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നുണ്ടെങ്കിൽ
വൈ ഷുഡ് ദേ ഹാവ് സച്ച് എൻ എക്സ്പെക്ടേഷൻ ഓഫ് മീ എന്നുള്ളത്. സോഷ്യൽ ഗ്രൂപ്പ്സിൽ അവരുടെ റോൾസ് എന്താണെന്ന് മനസ്സിലാക്കി വരുന്നത് പലപ്പോഴും അവരുടെ ആ ഒരു റോൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരും. ബട്ട് അൾട്ടിമേറ്റ്ലി ദേ വിൽ സെറ്റിൽ എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി. ഓക്കെ, നൗ ദിസ് വിൽ ഓൾസോ മേക്ക് അഡോളസൻസ് സെൻസിറ്റീവ് ടു ഫീഡ്ബാക്ക്, എസ്പെഷ്യലി അഡൽസിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക്, അവരുടെ പിയേഴ്സിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക്. സോ ദാറ്റ് ഇസ് ഓൾസോ സംതിങ് ദാറ്റ് വി നീഡ് ടു കീപ് ഇൻ മൈൻഡ്. അപ്പൊ ഫീഡ്ബാക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിനെ തന്നെ ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് അതിനെ കാണാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെച്ചോറിറ്റിയിലേക്ക് അവർ എത്തുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഏജില് നമ്മളൊരു പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കാൻ കൊടുക്കുന്നത്, ബട്ട് അത് അവർക്ക് മേലെയുള്ള ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് അവർ കണക്കാക്കി എന്താ പറയേണ്ടത്, അവരുടെ സെൽഫ് എസ്റ്റീമിനെയും അവരുടെ മോട്ടിവേഷനെയൊക്കെ ഇത് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. they become demotivated and they become dull and down എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അഡോളസൻസിന് ഒരു ഇമോഷണലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെന്റ് അവിടെ കൊടുക്കണം. ആൻഡ് വളരെ സ്പെസിഫിക് ആയിട്ട് they should feel that they are valued and that they are respected എന്നുള്ളത്. ഒരു ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്ലാസ് റൂമിൽ കൊടുക്കാനായിട്ട് സാധിക്കുക? ഒന്ന്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ടീച്ചേഴ്സ് വളരെയധികം പേഷ്യൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഈ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എംപതി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് സാധിക്കണം. കാരണം നമ്മൾ ആ ഒരു കുട്ടിയുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം, അവർ അഡോളസെന്റിന്റെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് എ ടീച്ചേഴ്സ് ജോബ് എന്നുള്ളതാണ്. സ്പെസിഫിക്കലി നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയം. അപ്പോൾ ഈ അഡോളസൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത്, നമ്മൾ അക്നോളജ് ചെയ്ത്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ നമ്മൾ അക്നോളജ് ചെയ്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ അവർക്ക് എന്താ പറയണ്ടേ, റെസിലിയൻസ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അവരെ മോട്ടിവേറ്റഡ് ആയി നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഈ റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? they will be able to accept challenges. ജീവിതത്തില് ഫിയർ ഓഫ് ഫെയിലിയർ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. they have to understand that sometimes we may not always win. ചിലപ്പോൾ അവിടെ ഒരു ഫെയിലിയർ സംഭവിക്കാം. പക്ഷേ നമ്മൾ ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കുമല്ലോ, ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. സംടൈംസ് ഇറ്റ് ഇസ് ഓക്കെ ടു ഫെയിൽ, ബട്ട് ദെൻ അഗെയിൻ ആ ഒരു ഫെയിലിയറിൽ നമ്മൾ വീണ് പോകരുത്, ഉയർത്തെഴുന്നേക്കണം. അതാണ് ആ ഒരു റെസിലിയൻസ് ബിൽഡിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് എന്തൊക്കെയാണ്? അത് വരിക അവരുടെ പിയേഴ്സുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ഇനി അതും അല്ലെങ്കിൽ ക്ലാസ് റൂമിന് പുറത്ത് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഇതൊക്കെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള സംഗതികൾ. കാരണം ദേ ഹാവ് ദിസ് ഫീലിംഗ്, ഇത് അവർക്ക് എന്തോ പോരായ്മയുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു അഡോളസൻസിന്റെ ലേണിങ്ങിനെയും അവരുടെ ബിഹേവിയറിനെയും ഇത് ശരിക്കും സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എഡ്യൂക്കേറ്റേഴ്സ് ഇവിടെ എടുക്കേണ്ടത്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വൺ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് അഡോളസൻസ്, ആ ഒരു ഏജ് ഗ്രൂപ്പുകാരെ അവരുടെ ഇമോഷൻസ് എന്തുവാണെന്ന് കൃത്യമായിട്ട് അവർക്ക് അത് മനസ്സിലാക്കി അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, ആ ഒരു ഇമോഷൻ റെഗുലേഷൻ സ്കിൽസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഇവിടെ ആ ഒരു ടീച്ചർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു വ്യക്തിയുടെ സ്കിൽ എന്ന് പറയും അല്ലെ. സോ ദാറ്റ്സ് ദി ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അഡോളസൻസിന്റെ ആ ഒരു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ എന്താണ്? they are entering the formal operational stage. പിയാഷയുടെ ആ ഒരു തിയറി അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അപ്പൊ ഇവിടെ വളരെയധികം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്, ഒരു ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഇവിടെ ഡെവലപ്പ് ആയി വരുന്ന ഒരു 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 സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആ ഒരു കൊഗ്നിറ്റീവിന്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുകയാണ്. സ്പെസിഫിക്കലി പിയാഷയുടെ ആ ഒരു തിയറി അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ മൂവിങ് ഓൺ ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് തിങ്കിങ്. അപ്പൊ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ കൺമുന്നിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആരെങ്കിലും പറഞ്ഞു തരുന്നത് കേട്ട് അതിന്റെ ഒരു ഇമേജ് മനസ്സിൽ രൂപപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം അബ്സ്ട്രാക്ട് മനസ്സിലാക്കണമെങ്കിൽ കുറെ കൂടെ അധികം ഡെവലപ്ഡ് ആകണമല്ലേ ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ശരിക്കും നമ്മൾ ആ ഒരു പിയാഷയുടെ തിയറിയിൽ റൂട്ട് ചെയ്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പിയാഷെ സജസ്റ്റ് ചെയ്യുന്നത് അഡോളസൻസ് ശരിക്കും ദേ എൻറ്റർ ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്, കാരണം ആ ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർ ഇവിടെ നിന്ന് ഗെയിൻ ചെയ്യുകയാണ് അല്ലെ. ആ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സിനാരിയോസ്, ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള സിനാരിയോസ്, അതിനെയൊക്കെ അവർക്ക് ലോജിക്കലി കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ വരുന്നു. അപ്പൊ ഇതൊരു പുതിയ കേപ്പബിലിറ്റി ആണ് ഇവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പുകാർക്ക് എന്താ പറയേണ്ടത്, കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീസണിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു കേപ്പബിലിറ്റി ബിൽഡ് ആകുമ്പോഴത്തേക്ക് ഇറ്റ് അലൗസ് ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനിപ്പുലേറ്റ് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. ആൻഡ് ഹിയർ സ്റ്റാർട്ട്സ് അനദർ വെരി ലാർജ് കോൺസെപ്റ്റ് എന്നുള്ളത്, അതായത് ഒരു വ്യക്തിയുടെ ലൈഫിലെ മോറൽ റീസണിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോറൽ റീസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോറലി വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആൻഡ് പല കാഴ്ചപ്പാടുകൾ ആ ഒരു അഡോളസന്റ് സ്റ്റേജിൽ വരുന്നതിന് മുന്നേ ഒരു കുട്ടിയുടെ ചിന്ത എന്താണ്, ദ ചൈൽഡ് ഇസ് നോട്ട് ബോതർഡ് അബൌട്ട് വെദർ ഹി ഈസ് ഡൂയിങ് സംതിങ് മോറലി കറക്റ്റ്. ഒരു വളരെ ചെറിയ കുട്ടിയെ നമ്മൾ ഒരു കടയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച്, അല്ലെങ്കിൽ അവിടെ കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് തറയിലിട്ട് പൊട്ടിച്ചെടുത്ത് വായിലിട്ട് അത് അവിടെ ചെയ്യാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. പക്ഷെ കുറച്ചും കൂടെ മുതിർന്ന് കഴിയുമ്പോഴത്തേക്കോ സി ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇസ് എക്സ്പെക്ടഡ് ഓഫ് മീ എന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഇത്. ആൻഡ് ആ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത്, ആ ഒരു അഡോളസൻസിൽ കയറുന്നതിന് മുന്നേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരു ഏജ്. പക്ഷെ ഇവിടെ അതൊരു പുതിയ സ്കില്ലായിട്ട് അവര് എന്താ പറയേണ്ടത് അച്ചീവ് ചെയ്തേക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നമുക്ക് പറയാം അഡോളസൻസ് ഡെവലപ്പ് സ്കിൽസ് ഇൻ ഡിഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ്ങിൽ അവർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് കുറെ കൂടെ എക്വിപ്ഡ് ആവുകയാണ്, കുറെ കൂടെ അവര് പ്രാപ്തരാവുകയാണ് അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. Now, ഇവിടെ അവർക്കൊരു റിയലൈസേഷൻ വരുന്നത് എന്താണ് ആ ഒരു ഷോർട്ട് ടേം ഗോൾ, എന്താണ് ഒരു ലോങ് ടേം ഗോൾ. ആ ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക, ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസിനെ കുറിച്ച്, ഓക്കെ ഭാവിയിൽ എനിക്ക് എന്താകണം, അതാകുന്നതിന് ഞാൻ എന്ത് പഠിക്കണം, എന്ത് പഠിച്ചിട്ട് ഞാൻ എന്ത് ജോലിക്ക് പോകണം, ആ ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിലും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ അധികം കോഗ്നിറ്റീവ് ചലഞ്ചസ് ഇവിടെ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അഡോളസൻസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ മേ എക്സിബിറ്റ് ഇമ്പൾസിവിറ്റി. ഇമ്പൾസ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വീണ്ടും വിചാരമില്ലാതെ അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്തെന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്ത് പെരുമാറുന്ന ഒരു സ്വഭാവം, അത് എല്ലാ അഡോളസൻസിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഇമ്പൾസിവിറ്റി എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സെൽഫ് റെഗുലേഷനുമായിട്ട് ആ ഒരു ഇൻഡിവിജ്വൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ സെൽഫിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി ഏബിൾ ടു മാനേജ് അവർ തോട്ട്സ് ആൻഡ് അവർ ആക്ഷൻസ്. ഇത് രണ്ടും എഫക്റ്റീവ്ലി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു സെൽഫ് റെഗുലേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. അതും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെയധികം ചലഞ്ചിങ് ആണ്. കാരണം അഡോളസൻസ്
may consider or they may give a higher weightage for immediate rewards when compared to long-term outcomes. അപ്പൊ ജീവിതത്തില് എന്റെ ജീവിതകാലം മുഴുവനും എന്റെ കൂടെ നിലനിൽക്കുന്ന ഒന്നാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ പഠിത്തം നിർത്തിയിട്ട് പെട്ടെന്ന് ഞാനൊരു ജോലിക്ക് അങ്ങ് കയറുകയാണെങ്കിൽ എനിക്ക് സാലറി കിട്ടിത്തുടങ്ങും. അപ്പോ പക്ഷേ ഞാൻ എന്റെ ഇഫ് ഐ ആം ഗോയിങ് ഫോർ ദറ്റ് സാലറി അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ ജോബ്, then I will regret this later in my life എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കുറച്ച് ചാലഞ്ചിങ് ആണ് ഈ അഡോളസൻസിൽ. കാരണം അവര് ഇമ്മീഡിയറ്റ് റിവാർഡ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അറ്റ് ദ സെയിം ടൈം ഈ ഇമ്മീഡിയറ്റ് റിവാർഡ്സിന് പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് എന്താ പറയേണ്ടത്, അഡോളസൻസ് ദേ ക്രേവ് ഫോർ റെക്കഗ്നിഷൻ. അപ്പൊ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തി, ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തി, ക്ലാസ്സിൽ മിസ് ചെയ്യാതെ എല്ലാ ദിവസവും വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഐ കൻ ജസ്റ്റ് സിംപ്ലി ഗിവ് ഹിം എ പാറ്റ് ഓൺ ദ ഷോൾഡർ. അത് തന്നെ മതി. എന്താ പറയണ്ട, ആ ഒരു വ്യക്തി മോട്ടിവേറ്റഡ് ആകാനായിട്ട് അവിടെ ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് എന്താ, എന്റെ ആ ടീച്ചറുടെ ഒരു പ്രശംസ, അല്ലെ പിയേഴ്സിന്റെ ഒരു പ്രശംസ. പിയേഴ്സിന്റെ പ്രശംസ പിടിച്ചു പറ്റാനായിട്ട് നല്ല കാര്യവും ചെയ്യാം, ടീച്ചറോട് തറുതലയും പറയാം, ടീച്ചറോട് ദേഷിച്ച് പെരുമാറാം. അപ്പൊ പിയേഴ്സ് അവന്റെ ധൈര്യം അപാരം എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു പ്രചോദനമാണ്, അതും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ അവിടെ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് partially this happens because of the continued development of the prefrontal cortex. Prefrontal cortex ആണ് ഈ എന്താ പറയേണ്ടത് ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ കുറെ അധികം സ്വാധീനിക്കുന്നത്. അപ്പൊ അത് ഇപ്പം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഡെവലപ്ഡ് ആയിട്ടില്ല, ഇറ്റ് സ്റ്റിൽ ഇൻ ദ ഡെവലപ്പിംഗ് സ്റ്റേജ്. അപ്പൊ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇസ് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ് ഇസ് എൻ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ആ ഒരു ഇമ്പൾസ് കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെ എന്താ പറയേണ്ടത് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആണ്. അപ്പൊ അതും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ബയോളജിക്കൽ സയന്റിഫിക് റീസൺ എന്ന് പറയാം. അപ്പൊ ഇവിടെ ടീച്ചേഴ്സിന് ഒരുപാട് അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഫോർ സ്റ്റുഡൻസ്, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതിന്, പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന്, ആൻഡ് ഒത്തിരി അധികം സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എൻകറേജ് ചെയ്യാം. ഡിബേറ്റ്സ് പോലെയുള്ള ആക്ടിവിറ്റീസ് നടത്താം, കേസ് സ്റ്റഡീസ് കൊണ്ടുവരാം, എത്തിക്കൽ ഡെലിമാസിൽ ഉള്ള ഡിസ്കഷൻസിൽ എൻഗേജ് ചെയ്യാം. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും ടീച്ചേഴ്സിന്. വളരെ ഡീപ്പായിട്ടുള്ള എന്താ പറയണ്ടേ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് അവർക്ക് അനായാസം കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തി അവിടെ വരും. അപ്പൊ അതാണ് വീണ്ടും നമ്മൾ റെഫറൻസ് നമ്മൾ തിരിച്ചു പോകണം. ടീച്ചിങ്ങിന്റെ ആ ഒരു ഉദ്ദേശം എന്താണ്? ടീച്ചിങ്ങിന്റെ ഉദ്ദേശം ഇതും കൂടെ 10ാം ക്ലാസ് പാസ്സാക്കുക എന്നുള്ളതല്ല. ടീച്ചിങ്ങിന്റെ ഉദ്ദേശം ഇതേപോലെയുള്ള വ്യക്തികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ടീച്ചിങ്ങിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് ഗ്രേഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് 10ാം ക്ലാസ് പാസ്സാകുന്നത്, അല്ലേ? അല്ലാതെ 10ാം ക്ലാസ് പാസ്സാകാൻ വേണ്ടിയിട്ടല്ല അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ ഒരു ഉദ്ദേശം മാറിപ്പോയിട്ട് ഇതെല്ലാം മറന്നു വെച്ചിട്ട് 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും പാസ്സാകാൻ വേണ്ടി 10 കഴിഞ്ഞാൽ പിന്നെ 12 എങ്ങനെയെങ്കിലും പാസ്സാകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ബാക്കി ചേഞ്ചസിനെ കുറിച്ചാണ്. അവിടെയാണ് ഒരു ടീച്ചറുടെ ആപ്റ്റിറ്റ്യൂഡ് കിടക്കുന്നത്. ഒരു ടീച്ചറുടെ ആപ്റ്റിറ്റ്യൂഡ് 100 മാർക്ക് ആ വ്യക്തിക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതല്ല, ആ ഒരു വ്യക്തി ഓവറോൾ എന്ത് രീതിയിൽ ആ ടീച്ചർക്ക് വാർത്തെടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എഡ്യൂക്കേറ്റേഴ്സ് എപ്പോഴും ദേ ആർ എ റോൾ മോഡൽ. ടീച്ചേഴ്സ് എപ്പോഴും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ മോഡലാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് എന്താ പറയേണ്ടത്, ഈ ഒരു മെഗാ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഇവിടെ അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം മെഗാ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് അസസ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓരോ കുട്ടിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, വാട്ട് ഡു യു തിങ്ക് യു ഹാവ് ലേൺ? എന്നിട്ട് ഗോൾ സെറ്റിംഗിലേക്ക്
എന്താണ് ഒരു ഗോൾ സെറ്റിംഗിലേക്കുള്ള ഒരു എക്സ്പോഷർ അവിടെ കൊടുക്കാം. വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ് ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ? ആ ഒരു ഇത് വേണമെങ്കിൽ എനിക്ക് 70% 80% മാർക്ക് അച്ചീവ് ചെയ്യണം. ആ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഗോൾസ് തന്നെയായിരിക്കണം അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ട്. ആൻഡ് ദെൻ വി ഹെൽപ് ദം ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവന്റെ ശ്രദ്ധ മുഴുവനും അതിൽ കേന്ദ്രീകരിച്ച് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് അഡോളസൻസിനെ എന്താ പറയണ്ടേ, അവർക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ ഉള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ള ഒരു ട്രെയിനിങ് ആയി മാറും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷണൽ ഫേസ് ആണ്. ഈ ഒരു ഫേസിൽ എന്താ പറയേണ്ടത്, വാട്ട്സ് ഹാപ്പനിങ്, ആ ഒരു ഫൗണ്ടേഷണൽ സ്കിൽസ് ആൻഡ് ഐഡന്റിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജീസ് ഒരു ടീച്ചർ എടുക്കേണ്ടതെന്ന് പറയുന്നത്, ഒന്ന്, ഇറ്റ് ഷുഡ് ബി റെലവെന്റ് ഫോർ ദം ആൻഡ് അവരുടെ ആ ഒരു റിയൽ വേൾഡിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സ്ട്രാറ്റജീസ് എടുക്കാം. ഇനി സോഷ്യൽ എൻഗേജ്മെന്റ് ക്ലാസ് റൂമിൽ പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് ദിസ് ക്യാൻ ഹാപ്പൻ ത്രൂ കൊളാബറേഷൻ. ഇമോഷണൽ സപ്പോർട്ട് അവിടെ ഉണ്ടാകണം. ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിലേക്ക് തന്നെ നമ്മൾ ഉറപ്പിച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഇനി കോഗ്നിറ്റീവ് ചാലഞ്ചസ് ദാറ്റ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, അത് നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി നീഡ് എന്തൊക്കെയാണ് ഒരു 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 എന്താ പറയേണ്ടത്, കോഗ്നിറ്റീവ് ചാലഞ്ചസ് അവർക്ക് ഇവിടെ വരുന്നത്. കാരണം അവർ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു പീരിയഡ് ആണിത്. സോ ദാറ്റ് ക്യാൻ ആക്ച്വലി ഇമ്പാക്ട് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ. ആൻഡ് ഒരു ഹോളിസ്റ്റിക് സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് അവിടെ ഉണ്ടാവുക, അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. അപ്പോഴാണ് കോൺഫിഡൻസ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഒരു വ്യക്തി റെസിലിയന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ആൻഡ് ഓൾസോ ആ ഒരു വ്യക്തിയുടെ ലോങ് ടേം സക്സസും നമുക്ക് അവിടെ ഉറപ്പുവരുത്താനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ വി വിൽ വൈൻഡ് അപ്പ് ദിസ് പാർട്ട് ഓഫ് ദ ലെസൺ ഹിയർ. ആൻഡ് അടുത്ത ലെസണിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. സോ ബിഫോർ ഐ കുഡ് വൈൻഡ് അപ്പ്, ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു ടെൽ യു, ഇപ്പൊ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. യു ക്യാൻ ഓൾസോ ജോയിൻ ദ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ്. അപ്പൊ അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഗോൾഡ് ക്ലാസ്സിൽ വി ഹെൽപ്പ് യു വിത്ത് യുവർ പ്രിപ്പറേഷൻ. അപ്പൊ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് യു വിൽ ഗെറ്റ് വീഡിയോ ക്ലാസ്സസ്. അപ്പൊ ഇത് പേപ്പർ 1. ഇനി നിങ്ങളുടെ പേപ്പർ 2 ഏതാണോ അതിന്റെയും കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ തന്നെ നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് എടുക്കാനായിട്ട്. പിന്നെ ഓരോ ബാച്ചിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാകും. ആൻഡ് വീക്ക്ലി നമ്മൾ ക്വിസസ് നടത്തും. വീക്ക്ലി ടെസ്റ്റ് തന്നെ നമ്മൾ നടത്തും. 100-150 ചോദ്യങ്ങൾ വരുന്ന ടെസ്റ്റുകൾ ഓരോ വീക്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യും. അത് എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രസ് പോകുന്നത് എന്ന്. ആൻഡ് ഡെയിലി പഠിച്ചു പോകുന്നതിന് ദേ വിൽ ബി ടോപ്പിക്സ് ഫോർ യു. ആ ടോപ്പിക്സ് അനുസരിച്ച് നമുക്കത് എന്താ പറയേണ്ടത്, പഠനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ സ്പെസിഫിക്കലി നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യത്തക്ക രീതിയിൽ നോട്ട്സ് ലഭിക്കും. ഓക്കെ, ആൻഡ് ഗൂഗിൾ ക്ലാസ് റൂം ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സസ് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിൽ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, വേണ്ടി വന്നാൽ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാനും സാധിക്കും. ഇനി ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ഒരുപാടധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പൊ അതിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കും. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടുണ്ടാകും. ആൻഡ് ഈ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീയോടൊപ്പം അതിന്റെ എക്സ്പ്ലനേഷനും ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലി ക്വിസസ്, മന്ത്ലി മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും. ഇപ്പൊ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ സ്പെസിഫിക്കലി ഒരു ടൈം അറേഞ്ച് ചെയ്ത് വെക്കും. ഇനി അത് കൂടാതെ നിങ്ങൾ ആ ഒരു ടൈമിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് എപ്പോഴൊരു ഡൗട്ട് വന്നാലും യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്ട്ലി. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്താൽ ഇമീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് എ റിപ്ലൈ ഫോർ ദാറ്റ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ
ആവശ്യത്തിനുള്ള റിവിഷൻ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യും. ആൻഡ് വി വിൽ ഹാവ് എ മിനിമം ഓഫ് 10 മോഡൽ എക്സാംസ് ബിഫോർ യോർ എക്സാം. Okay, so once again, I would like to thank you very much for watching this video, and you have a great day. Thank you.